അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. فإن زللتم من بعد ما جاءتكم البينات فاعلموا أن الله عزيز حكيم. ആദരണീയരായ ഇസ്ലാഹി ബന്ധുക്കളെ, ധാർമ്മിക കുടുംബം, സുരക്ഷിത സമൂഹം എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും ചേർത്തു പിടിക്കുന്നതിനെ സംബന്ധിച്ച് ആദരണീയനായ ജലീൽ മദനി സംസാരിച്ചു. ഈ പരിപാടിയുടെ ഉദ്ഘാടകനായ MLA ഷാജി സംസ്കരണത്തിൻ്റെ ക്രൈറ്റീരിയ വിശദീകരിച്ചുകൊണ്ട് ശ്രദ്ധേയമായ ഒരു വാചകം പറഞ്ഞിരുന്നു. അദബ്, ഇൽമ്, ഇബാദത്ത് എന്ന ക്രമം. പുതിയ സമൂഹത്തിൽ മതബോധമുള്ള ആളുകൾ എന്നുള്ള നിലയിൽ ആളുകളെ കാണാൻ കഴിയുന്നത് ഇത് നേരെ തലതിരിഞ്ഞാണോ എന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടത് തസ്കിയത്ത്, സ്വഭാവ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഏരിയയിലാണ്. ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പ്രവേശിക എന്നുള്ള നിലയിൽ നമ്മുടെ നേതാവ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ആരംഭിക്കാം. ഒരാൾ വന്ന് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താണ് റസൂലേ ഈമാൻ എന്ന് പറയുന്നത്? ചോദ്യം കേൾക്കുന്ന മാത്രയിൽ നമ്മുടെയൊക്കെയും മനോമുഖരങ്ങളിൽ ഉണ്ടാകുന്ന ഉത്തരമെന്ന് പറയുന്നത് ഈമാനിൻ്റെ 6 പാഠങ്ങളാകും. അല്ലാഹുവിലുള്ള ഈമാൻ മുതൽ ഖൈറും ഷർറും അല്ലാഹുവിൽ നിന്നാണ് എന്നുള്ള ഖദറിലുള്ള ഈമാൻ വരെയുള്ള 6 പാഠങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനോമുഖരങ്ങളിൽ വന്നു ചേരുക. വളരെ ശാസ്ത്രീയമായി, മനഃശാസ്ത്രപരമായി, സാന്ദർഭികമായി, ഫലപ്രദമായി മറുപടി പറയാറുള്ള
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച ആളോട് പറഞ്ഞു, ഇൻ സറത്തുക ഹസനതുക വസാഅതുക സയ്യിഅതുക ഫഅൻത മുഅ്മിൻ. നിന്റെ നല്ല കാര്യങ്ങൾ, നിന്റെ ഹസനത്തുകൾ നിനക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നുവെങ്കിൽ, നിന്റെ തിന്മകൾ, നിന്റെ വീഴ്ചകൾ, നിന്റെ പോരായ്മകൾ, പാളിച്ചകൾ നിന്നെ അസ്വസ്ഥതപ്പെടുത്തുന്നുവെങ്കിൽ, നിനക്ക് പ്രയാസങ്ങൾ സമ്മാനിക്കുന്നുവെങ്കിൽ നീ വിശ്വാസിയാണ്. എന്താണ് ഈമാൻ എന്ന് ചോദിച്ചപ്പോൾ ആ ഈമാനിന്റെ പൊരുൾ ഉൾക്കൊള്ളുന്ന, ആ ഈമാനിൽ നമ്മൾ എണ്ണിപ്പടിച്ച 6 കാര്യങ്ങളെയും ചേർത്തു പറയാൻ കഴിയുന്ന അതിമനോഹരമായ ചിന്തനീയമായ ഒരു വാചകക്കൂട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനിന്റെ നിർവചനം എന്നോണം നൽകിയിട്ടുള്ളത്, വിശ്വാസത്തിന്റെ ഡെഫിനിഷനായി നൽകിയിട്ടുള്ളത്. നന്മകൾ ആഹ്ലാദം അനുഭവിക്കുന്ന അവസ്ഥകൾ സംജാതമാക്കുന്നുണ്ടോ? തിന്മകൾ മനസ്സാക്ഷി കുത്തുണ്ടാക്കുന്നുണ്ടോ? ഇതാണ് ഉണ്ടെങ്കിൽ അത് വിശ്വാസമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പരിമിതമായ സമയത്തിനകത്ത് നിന്ന് സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഖുർആനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, എണ്ണി ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്ത അനുഗ്രഹങ്ങളുടെ പേമാരി വർഷിച്ചിട്ടുണ്ട് നമ്മളിൽ ഓരോരുത്തരും. അതിൽ കുളിച്ച് അതനുഭവിച്ച് ആസ്വദിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഒന്നോർത്തു നോക്കുക. അനുഗ്രഹങ്ങളിൽ വലിയ അനുഗ്രഹങ്ങൾ ഒന്നോർത്തു നോക്കുക. എന്റെ മനസ്സിലേക്ക് വരുന്ന വലിയ അനുഗ്രഹങ്ങൾ, ഒന്ന്, നമ്മൾ മനുഷ്യരായി ഈ ലോകത്ത് പിറന്നു എന്നുള്ളതാണ്. ദുനിയാവിൽ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ, അവന്റെ ചരാചരങ്ങളിൽ മനുഷ്യരായി ജനിക്കാൻ ബുദ്ധിയുള്ള, ആലോചനാശേഷിയുള്ള, യുക്തിബോധമുള്ള, കൗശലങ്ങളുള്ള, കണ്ണുള്ള, കാതുള്ള, കേൾക്കാൻ കഴിയുന്ന, വരക്കാൻ കഴിയുന്ന, ചിന്തിക്കാൻ കഴിയുന്ന, പാടാൻ കഴിയുന്ന, സർഗശേഷികളുള്ള, ഭാഷകളുള്ള അത്ഭുതകരമായ ഒരു സൃഷ്ടിയായി ഈ ലോകത്ത് പിറക്കാൻ നമുക്ക് സാധിച്ചു, വളരാൻ നമുക്ക് സാധിച്ചു. ആ സൃഷ്ടി ഈ ലോകത്തെ ഏറ്റവും ആദരണീയനായ സൃഷ്ടിയാണ്. വലക്കത് കറംന ബനി ആദം, ആദമിന്റെ മക്കൾ, മനുഷ്യൻ ആദരവർഹിക്കുന്നവനാണ്, നാം അവനെ ആദരിച്ചിരിക്കുന്നു എന്ന് സൃഷ്ടാവായ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ആദരവുള്ള, ദുനിയാവിലെ ഏറ്റവും ആദരവർഹിക്കുന്ന വിഭാഗത്തിൽ പിറക്കാൻ കഴിഞ്ഞു. ഭൂമിയിലെ ഖലീഫയായി പിറക്കാൻ കഴിഞ്ഞു. എന്താ ഭൂമിയിലെ ഖലീഫ എന്ന് പറഞ്ഞാൽ? നമുക്ക് കിട്ടിയ ഈ ഭൂമിയെ നമുക്ക് കിട്ടിയതുപോലെ, അല്ലെങ്കിൽ കിട്ടിയതിനേക്കാളും മെച്ചപ്പെട്ട അവസ്ഥയിൽ ഇതിനൊരു ഉടവോ തടവോ പ്രയാസങ്ങളോ ഇല്ലാതെ വരും തലമുറകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കൽ ബാധ്യതയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആ ബാധ്യതകളെ, അമാനത്തുകളെ ഏറ്റെടുത്ത സൃഷ്ടികളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ആദരിച്ച മനുഷ്യൻ എന്ന് പറയുന്ന ഭൂമിയിലെ ഖലീഫയായ അനന്തമായ സാധ്യതകളുള്ള വിഭാഗത്തിലാണ് അള്ളാഹു നമ്മെ പടച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ആ വിഭാഗത്തിൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ പലതരം വിശ്വാസങ്ങളും പലതരം ആചാരങ്ങളും പല സമ്പ്രദായങ്ങളും പല ജീവിത രീതികളും സംസ്കാരങ്ങളും ശീലങ്ങളും സ്വഭാവങ്ങളുമെല്ലാം കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് പെട്ടിട്ടുള്ളത്. മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. ഇസ്ലാമുള്ള, ഈമാനുള്ള, അള്ളാഹുവിന്റെ പ്രത്യേകമായ പരിഗണന ലഭിക്കുന്ന,
മനുഷ്യരുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, മനുഷ്യനാണ്, മുസ്ലിമാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുടുംബത്തിന്, ഈ സമൂഹത്തിന്, മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഈ സമൂഹത്തിന് അല്ലാഹു ചില പേരുകൾ നൽകിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ. ഖൈറു ഉമ്മത്ത്, ഉമ്മത്ത് വസത്ത്, ഉത്തമമായ സമൂഹം, സമുദായം, മധ്യമമായ സമൂഹം, സമുദായം എന്നൊക്കെ അല്ലാഹു നമുക്ക് നമ്മുടെ ക്വാളിറ്റി നിശ്ചയിച്ചുകൊണ്ട്, നമ്മുടെ ഗുണഗണങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമീങ്ങളായ നമ്മൾ, ആ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന അറബിയിൽ പേരുള്ള അല്ലെങ്കിൽ മുസ്ലിം എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന പേരുകളോ അടയാളങ്ങളോ ഉള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ ചില അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തെറ്റായ ജീവിത രീതികളും ഒക്കെ പിൻപറ്റുന്ന മനുഷ്യർ ധാരാളമുണ്ട്. ആ കൂട്ടത്തിൽ നിന്ന് ഇസ്ലാഹികൾ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് നമ്മൾ. ഇസ്ലാഹി കുടുംബമാണ് നമ്മൾ. പരിഷ്കാരം, മതത്തിലില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളാണോ കൂട്ടിച്ചേർത്തത് അവയെ ഒഴിവാക്കി മതത്തെ അതിന്റെ ആദിമ വിശുദ്ധിയിലേക്ക് സംസ്കരിച്ച് ശുദ്ധീകരിച്ചു കൊണ്ടുപോകുന്ന പരിഷ്കാരികളായ ഇസ്ലാഹികൾ എന്ന് സ്വയം പേര് സ്വീകരിച്ചവരാണ് നമ്മൾ. അത്തരം അന്ധവിശ്വാസങ്ങളോട്, അത്തരം തെറ്റായ കാര്യങ്ങളോട് സമരം ചെയ്യുന്ന പോരാളികൾ എന്ന, മുജാഹിദുകൾ എന്ന പേര് സ്വീകരിച്ചവർ കൂടിയാണ് നമ്മൾ. അൽഹംദുലില്ലാഹ്, മനുഷ്യരായ മുസ്ലിമീങ്ങളായ മുസ്ലിഹുകളായ മുജാഹിദുകളാണ് നമ്മൾ. ഇനിയും നമുക്ക് വലിയ അനുഗ്രഹങ്ങളായി പറയാനുള്ള ചിലതുണ്ട്. അത് പറഞ്ഞാൽ എനിക്ക് എന്റെ വിഷയത്തിലേക്ക് വരാം. അതിലൊന്ന് മുഹമ്മദുൻ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ പിറക്കാനും വളരാനും നമുക്ക് ഭാഗ്യമുണ്ടായി എന്നതൊരു മഹാഭാഗ്യമാണ്. ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? മുഹമ്മദ് നബി എന്ന് പറയുന്ന അഷറഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ, സമൂഹത്തിൽ, ഉമ്മത്തിൽ ജനിക്കാനും വളരാനും നമുക്ക് മഹാഭാഗ്യമുണ്ടായി. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ജനവിഭാഗത്തിന് പറയുന്ന പേരല്ലോ. അറബികൾ ഒരു ഉമ്മത്താണ് എന്ന് പറയുന്നത് പോലെയല്ല. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ആ പദത്തിന് കൃത്യമായ അർത്ഥമുണ്ട്. എന്താണെന്നല്ലേ? ഖൗമും മഅർ റിസാല എന്നാണ് ഭാഷാ നിഘണ്ടുവിൽ ഉമ്മത്ത് എന്ന പദത്തിന് നമ്മൾ അന്വേഷിച്ചു പോയാൽ കിട്ടാവുന്ന ഏറ്റവും മനോഹരമായ അർത്ഥം. ഒരു ദൗത്യമേറ്റെടുത്തിട്ടുള്ള, ഒരു സന്ദേശം സ്വീകരിച്ചിട്ടുള്ള മനുഷ്യർ, അള്ളാഹുവിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ദൗത്യത്തെ, സന്ദേശത്തെ സ്വീകരിച്ച് സ്വാംശീകരിച്ച ടീമിന് പറയുന്ന പേരാണ് ഉമ്മത്ത്. ഉമ്മത്ത് വസത്ത്, ഉമ്മത്ത് മുഹമ്മദ്, ഉമ്മത്ത് ഖൈർ ഉമ്മത്ത് എന്നൊക്കെ പറയുന്നത് വിഭാഗമായി അള്ളാഹു നമ്മെ പെടുത്തിയിരിക്കുന്നു. ഇനി ഈ ഉമ്മത്തിന്, ഈ സമൂഹത്തിന്, ഈ സമുദായത്തിന് ഇതല്ലാത്ത സമുദായങ്ങളിൽ നിന്ന്, ഇതല്ലാത്ത കുടുംബങ്ങളിൽ നിന്ന്, ഇതല്ലാത്ത വ്യക്തികളിൽ നിന്ന്, ഇതല്ലാത്ത സംഘങ്ങളിൽ നിന്ന് വ്യതിരിക്തത ഉണ്ടാകണം. അവരുടെ കൾച്ചറിനേക്കാൾ, മറ്റ് സമൂഹങ്ങളുടെ കൾച്ചറിനേക്കാൾ, മറ്റ് സമൂഹങ്ങളുടെ സ്വഭാവശീലങ്ങളെക്കാൾ, മറ്റു സമൂഹങ്ങളുടെ, സമുദായങ്ങളുടെ ജീവിത രീതിയേക്കാൾ മെച്ചപ്പെട്ട ഇമേജ് ഈ സമൂഹത്തിന്, ഈ സമുദായത്തിന് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ചു. റസൂലായി നമുക്ക് റിസാലത്ത് എത്തിച്ചു തരുന്ന, പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ കലാമിനെ എത്തിച്ചു തരുന്ന ആ കലാമനുസരിച്ച് രണ്ട് കാലിൽ ജീവിച്ച് എങ്ങനെയാണോ ഖുർആൻ അനുസരിച്ച് ജീവിക്കേണ്ടത്, ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകന്റെ ഖുലുഖ് എന്ന് പറയുന്നത് ഖുർആനാണ് എന്ന് പ്രവാചകന്റെ നിഴലായ, പാതിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. റസൂലിന്റെ ഖുലുഖ് എന്താ? ഖുലുഖ്, റസൂലിന്റെ ഖുലുഖ് എന്ന് പറയുന്നത് ഖുർആനാണ്. ആ ഖുർആനിനെ നമുക്ക് എത്തിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഖുലുഖ് എന്ന് പറയുന്ന പദമൊക്കെ മലയാളത്തിലേക്ക് പറയുമ്പോൾ അർത്ഥം പരിമിതപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് ഞാൻ ആ പദം അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത്. സ്വഭാവം, സംസ്കാരം,
ശീലം, കൾച്ചർ, ഹാബിറ്റ്, ക്യാരക്ടർ, കോണ്ടക്ട് എന്നൊക്കെ പറയുന്നതെല്ലാം, ഈ പദങ്ങളെല്ലാം മറ്റു ഭാഷകളിൽ ഉൾക്കൊള്ളുന്ന ഈ പദങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ആശയ തലങ്ങളെ സന്നിവേശിക്കപ്പെട്ടിട്ടുള്ള ഒരൊറ്റ പദമാണ് അറബിയിലെ ഖുലുഖ് എന്ന് പറയുന്ന പദം. സ്വഭാവവും സംസ്കാരവും ശീലവും ഒരാളിൽ നിന്ന് മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുന്നതിനെയാണ്, സ്വാഭാവികമായി അനുഭവിക്കാൻ കഴിയുന്നതിനെയാണ് ഖുലുഖ് എന്ന് പറയുന്നത്. എന്നിൽ നിന്ന് എൻ്റെ ഇണയ്ക്ക്, എൻ്റെ പിതാവിന്, എൻ്റെ മാതാവിന്, എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ സംഘടനാ പ്രവർത്തകർക്ക്, എൻ്റെ നാട്ടുകാർക്ക് എന്നിൽ നിന്ന് അനുഭവിക്കാൻ കഴിയുന്നത് എന്താണ്? അതിനെയാണ് ഖുലുഖ് എന്ന് പറയുന്നത്. ആ ഖുലുഖ് നമ്മുടെ അകത്ത് രൂപപ്പെടണമെങ്കിൽ, നമ്മുടെ ഉള്ളിൽ രൂപപ്പെടണമെങ്കിൽ ചില കാര്യങ്ങൾ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു പറഞ്ഞയച്ചു പ്രവാചകനായി, ഖുർആൻ നമുക്ക് എത്തിച്ചു തരുന്നവനായി, ഖുർആനിനനുസരിച്ച ഒരു ജീവിതം നമുക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടി പ്രവാചകനെ നിയോഗിച്ചു. ആ നിയോഗത്തിന്റെ ലക്ഷ്യമെന്നോണം, അതിന്റെ പ്രധാനപ്പെട്ട കാര്യമെന്നോണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്നെ എന്തിനാണെന്നോ നിയോഗിച്ചത്? ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖി. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖി. എല്ലാ നല്ല സ്വഭാവ ശീലങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഖുലുഖിന്റെയും, എല്ലാ മാന്യമായ ഖുലുഖിന്റെയും പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നമ എന്ന് പറഞ്ഞിട്ട് അറബി ഭാഷാ വ്യാകരണ നിയമം അനുസരിച്ച് ഒരു കാര്യം പറഞ്ഞാൽ അത് അതിനു വേണ്ടി മാത്രമെന്ന് പറയാനാണ്. അള്ളാഹുവിന്റെ റസൂലിനെ നിയോഗിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതിന്റെ സഹകാര്യമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ദീന് പഠിപ്പിക്കുന്നത് എന്താണെന്നല്ലേ? ഖുലുഖാൻ. എല്ലാ നല്ല ഖുലുഖിന്റെയും പൂർത്തീകരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ചില പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ജീവിതത്തിലൂടെ. അത് ഇബാദത്തുണ്ടതിൽ. ഇബാദത്തിനു മുന്നേ, നിസ്കാരം നിർബന്ധമാകുന്നതിന് മുമ്പ്, നോമ്പ് എന്ന് പറയുന്ന ആരാധനാകർമ്മം നിർബന്ധമായി വരുന്നതിന് മുമ്പ്, ഹജ്ജിന്റെ മനാസിക്കുകൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നതിന് മുമ്പ്, അല്ലെ, സക്കാത്തിന്റെ നിർണിതമായ രൂപം, അതിന്റെ കോലവും പഠിപ്പിക്കുന്നതിന് മുമ്പ്, ഈമാൻ ഒരു മനുഷ്യന്റെ അകത്ത് ഉൾച്ചേരുമ്പോൾ അവനിൽ നിന്ന് ബഹിർഗമിക്കേണ്ടുന്ന, അവനിൽ നിന്ന് പുറത്തു വരേണ്ടുന്ന പലതുമുണ്ട്. അത് പുഞ്ചിരി മുതൽ, ഹസ്തദാനം മുതൽ, നെഞ്ചും ചേർത്ത് വെച്ച് തഖബ്ബലല്ലാഹു മിന്നാ വമിൻക എന്ന് പ്രാർത്ഥന മുതൽ വളരുകയാണ്. ഖുർആനിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചതിന്റെ ഉപമ, ലാ ഇലാഹ ഇല്ലല്ലയുടെ ഉപമ പറയുന്നുണ്ടല്ലോ. ആ ഉപമയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. എന്റെ മുന്നിലിരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ഇസ്ലാഹി കുടുംബത്തിലെ പലരും ഖുർആൻ പഠിതാക്കളാകും, അല്ലേ? കലിമത്തുൻ ത്വയ്യിബ, നല്ല വചനം, അതേതാ? അത് ലാ ഇലാഹ ഇല്ലല്ലയാ. അതിന്റെ ഉപമയെ അള്ളാഹു ഉപമിക്കുന്നത് കശജറത്തിൻ ത്വയ്യിബ, നല്ല ഒരു വൃക്ഷം പോലെയാണ്. അസ്ലുഹാ സാബിത്തുൻ, അതിന്റെ കാണ്ഡം, അതിന്റെ അടിസ്ഥാനം, അതിന്റെ തടി, ഏറ്റവും പ്രധാനപ്പെട്ടത് അത് സാബിത്തുൻ, അത് ഉറച്ചതാണ്. അതൊരു കാറ്റിലോ കോളിലോ അതൊരു പേമാരിയിലോ വീണു പോവുകയില്ല, അത് ഉറച്ചു നിൽക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലയുടെ കാണ്ഡം, അല്ലേ? അതിന്റെ ഉപമയാണ്. അതിന്റെ കാണ്ഡം ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. വഫർഉഹാ ഫിസ്സമാ, അതിന്റെ ശാഖകൾ ആകാശത്ത് പടർന്നു പന്തലിച്ചു നിൽക്കുകയാണ്. തുഅതി ഉക്ലഹാ കുല്ലഹീനിൻ ബിഇദ്നി റബ്ബിഹാ, അത് അള്ളാഹുവിന്റെ നാഥന്റെ അനുമതി പ്രകാരം വിഭവങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. തണല് ചെരിയുന്ന ഒരു വൃക്ഷത്തെ കുറിച്ച് പുതിയ ലോകത്തുനിന്ന് വായിച്ചു നോക്ക്. അള്ളാഹുവിന്റെ ഉപമ, ഓക്സിജൻ തരുന്ന, ഇവിടെ ജീവന്റെ തുടിപ്പ് നിലനിർത്താൻ നിദാനമാകുന്ന വൃക്ഷം. ആ വൃക്ഷത്തോടാണ് അള്ളാഹു ഉപമിച്ചിരിക്കുന്നത്. ഒരു സമൂഹത്തിൽ നന്മ പെയ്യുന്ന, ആ നന്മയെ പ്രകടിപ്പിക്കുന്ന മനോഹരമായ പുഞ്ചിരി പോലും സ്വതക്കയാണ്. പുഞ്ചിരി പോലും സ്വതക്കയാണ്.
ദാനധർമ്മങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ കാര്യങ്ങൾ വിശദീകരിക്കവേ, അല്ലെങ്കിൽ ഓരോ ഹസനത്തുകളെ കുറിച്ച് പറയവേ, ഇത് സ്വതക്കയാണ്, അത് സ്വതക്കയാണ് എന്ന് പറയുമ്പോൾ നിന്റെ മുഖത്ത് സഹോദരനെ കാണുമ്പോൾ പ്രസന്നവദനായി അവനെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് പോലും സ്വതക്കയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലിരുന്ന് പ്രവാചകൻ ചില പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ചില ദർസുകൾ നടത്തുകയാണ്. പ്രവാചകന് ചുറ്റിലും അനുയായികൾ ഇരിക്കുന്നു. അലാ ഉഖ്ബിറുക്കും ബിഅഹബ്ബിക്കും ഇലയ്യ വഅഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ. നിങ്ങളിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ആരാണ് എന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? നിങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ എന്റെ ഏറ്റവും അടുപ്പം ലഭ്യമാകുന്ന മജ്ലിസ് ഏറ്റവും അടുത്താകുന്നവൻ ആരാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്ന് പ്രവാചകൻ തന്റെ അനുയായികളോട് ചോദിച്ചു. അനുയായികൾ നിശബ്ദരായിരുന്നു. അവർ മറുപടിയൊന്നും പറഞ്ഞില്ല. റസൂലുള്ള വീണ്ടും ആവർത്തിച്ചു. ആ ഹദീസിൽ 3 തവണ എന്നാണ്. 3 തവണ ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാരാണെന്നും എന്റെ കൂടെ പരലോകത്തിൽ സ്വർഗത്തിൽ ഏറ്റവും അടുപ്പം ലഭ്യമാകുന്നവനും ആരാണ് എന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? സ്വഹാബത്തിന്റെ നിശബ്ദത അവസാനം പറഞ്ഞു പ്രവാചകനോട്, പറയൂ പ്രവാചകരെ, ആരാണയാൾ? നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ല ഖുലുഖുള്ള മനുഷ്യൻ, അഹ്സനുക്കും ഖുലുഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സംസ്കാരമുള്ള ആൾ, നിങ്ങളിൽ ഏറ്റവും മാന്യനായ ആൾ, നിങ്ങളിൽ ഏറ്റവും വശ്യമായി, നിങ്ങളിലെ ഏറ്റവും നല്ല സംസ്കാരവും ശീലവും സ്വഭാവവുമെല്ലാം ഉള്ള ആൾ, ആ ആളാണ് ഏറ്റവും നല്ല മനുഷ്യൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവൻ, എന്നോട് സ്വർഗത്തിൽ ഏറ്റവും സാമീപ്യം നേടുന്നവൻ. നോക്കൂ, നന്മയും തിന്മയും തൂക്കി നോക്കും എന്ന് നാം പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ മദ്രസയുടെ ബാലപാഠങ്ങളിൽ പോലും നമ്മൾ അത് പഠിക്കുന്നുണ്ട്. മീസാനിനെ കുറിച്ച് നമ്മൾ ഖുർആനിൽ പഠിച്ചിട്ടുണ്ട്. മീസാൻ, വസന തൂക്കി നോക്കുക എന്നുള്ളത് അല്ലേ? ആ നന്മയുടെ ഭാഗത്ത് ഖനമേറിയ കാര്യമേതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷയിൽ പറഞ്ഞാൽ അസ്ഖലു ശൈഇൻ ഫിൽ മീസാൻ, മീസാനിലെ ഖനം കൂടിയ കാര്യമായി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഹുസ്നുൽ ഖുലുഖാൻ. ഇനി 4 പാഠങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിലൊന്നാമത്തെ കാര്യം, ഇത്രയും ആമുഖമായി പറഞ്ഞ് 4 കാര്യങ്ങൾ പറയാം. 1, നമ്മള് മനുഷ്യനാണ്, മുസ്ലിമാണ്, മുസ്ലിഹാണ്, മുഹമ്മദുൻ നബിയുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്. മറ്റ് സമൂഹങ്ങളോടും സമുദായങ്ങളോടും വ്യതിരിക്തമായ സാംസ്കാരികമായ ഔന്നിത്യം നിലനിൽക്കേണ്ട കുടുംബങ്ങളാകണം നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ വ്യക്തിജീവിതം. നമുക്ക് നമ്മെ മാറ്റിപ്പണിയാൻ കഴിയും എന്നതാണ് ഒന്നാമതായി പറയാനുള്ളത്. നമുക്ക് നമ്മെ അവനവനെ മാറ്റിപ്പണിയാം. പക്ഷെ എനിക്ക് വേറൊരാളെ മാറ്റിപ്പണിയാൻ കഴിയില്ല. എനിക്ക് എന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ഞാനെന്ന് പറയുന്ന വ്യക്തിയെ നിരീക്ഷിച്ച് പഠിച്ചു മനസ്സിലാക്കി എന്നിലെ വൈകൃതങ്ങളെ, എന്നിലെ വൈകല്യങ്ങളെ, എന്നിലെ ദുർബലതകളെ ചികിത്സിക്കാനും മാറ്റിയെടുക്കാനും എന്നെ മെച്ചപ്പെടുത്താനും കഴിയുന്ന ഏക മനുഷ്യൻ ഞാനാണ്. എന്റെ പ്രഭാഷണം കൊണ്ടോ എന്റെ സംസാരം കൊണ്ടോ കുറെ ആളെ മാറ്റിക്കളയാമെന്ന് ഞാൻ വിചാരിക്കുന്നുവെങ്കിൽ അതൊരു മൂഢവിശ്വാസമാണ്. എനിക്ക് എന്റെ ഇണയെ, അവളോട് ഇങ്ങനെ കുറെ ഉപദേശിച്ച് അവളെ മാറ്റിക്കളയാൻ കഴിയില്ല. അവള് വിചാരിക്കണം. എന്നെ കുറെ ആളുകൾ ഉപദേശിച്ചത് കൊണ്ട് ഞാൻ മാറുമോ? ഞാൻ വിചാരിക്കണം. അവനവനെ മാറ്റാൻ അവനവൻ തുനിയണം എന്നുള്ളതാണ്. എന്നിലെ എന്തെല്ലാം മൊഷടൻ സ്വഭാവങ്ങളാണ് നിലനിൽക്കുന്നത്. ചില ആളുകൾ പറയും, അതൊക്കെ എന്റെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ, അതൊന്നും മാറൂല. നിങ്ങൾക്ക് വല്ലാത്തൊരു ശുണ്ടിയില്ലേ, വല്ലാത്തൊരു എടുത്തുചാട്ടില്ലേ, അത് പാരമ്പര്യമായി കിട്ടിയതാ, മാറ്റാൻ പറ്റൂലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇസ്ലാം നമ്മളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ,
ഈമാൻ നമ്മുടെ അകങ്ങളിൽ ഉണ്ടെങ്കിൽ നമുക്കതിനെ മാറ്റാൻ പറ്റും. ഭയങ്കര കടുപ്പുള്ള മനുഷ്യന്മാര്, മനസ്സ് മരുഭൂമിയിലെ ചൂട് പോലെ തന്നെ, അവിടുത്തെ കാലാവസ്ഥ പോലെ തന്നെ ഊഷരമായി പോയ മനസ്സുള്ള മനുഷ്യരല്ലേ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നത്? എത്ര കടുപ്പ! ആ കടുപ്പുള്ള മനുഷ്യന്മാരൊന്ന് ഓർത്തു നോക്ക്. കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നവർ, അവരുടെ മനസ്സിന്റെ കാഠിന്യം എത്ര വലുതാ! കൊന്നുകളയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മകളെ കൊന്നുകളഞ്ഞത് കുറെ കാലത്തിന് ശേഷവും ഇസ്ലാം സ്വീകരിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ കുളിർമയിലേക്ക് വന്നിട്ട്, അതിന്റെ തൗബയിലേക്ക് വന്നിട്ട് ശുദ്ധീകരിച്ച് കഴിഞ്ഞിട്ടും പഴയ ഓർമ്മകൾ വേട്ടയാടിക്കൊണ്ടിരുന്നപ്പോൾ പ്രവാചകന്റെ സന്നിധിയിൽ വന്ന് കരഞ്ഞ സ്വഹാബിയുണ്ട്. റസൂലിനോട് പറയുന്നുണ്ട്, അള്ളാഹിന്റെ റസൂലേ, ഞാൻ എൻ്റെ മോളെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. റസൂൽ അത് പറയുമ്പോൾ തന്നെ പറഞ്ഞു, അങ്ങനെ കുറെ ആളുകൾ ചെയ്തിട്ടുണ്ടല്ലോ. അള്ളാഹു ഗഫൂറാണ്, തവ്വാബാണ്, റഹ്മാനാണ്, റഹീമാണ്, നിങ്ങൾ ബേജാറാകേണ്ടതില്ല. പ്രവാചകരെ, ഞാൻ അങ്ങനല്ല ചെയ്തത്. എന്റെ മോളെ ഞാൻ കൊന്നത്, അവള് ജനിച്ച ഉടനെ ആ ചോര പൈതലിനെ കൊണ്ടുപോയി കൊല്ലുകയല്ല ഞാൻ ചെയ്തത്. അവളെ നൊന്തു പ്രസവിച്ച എന്റെ ഭാര്യ, ആ കുഞ്ഞിന്റെ ഉമ്മ എനിക്ക് തന്നില്ല റസൂലേ, തന്നില്ല. അവള് വളർത്താൻ നിശ്ചയിച്ചു കളഞ്ഞു. എന്നിട്ട് വളർന്നു. അവളിങ്ങനെ വളർന്ന് കുറച്ച് വലുതായിപ്പോയി. അവരിങ്ങനെ നടക്കാനും ഓടാനൊക്കെ ഉള്ള പ്രായമായിപ്പോയി റസൂലേ. അപ്പോഴും എന്റെ ഉള്ളിൽ ജാഹിലിയത്ത് എന്റെ ജാഹിലിയത്ത് ഇങ്ങനെ നിറഞ്ഞു പൊന്തുക. എന്താ? ഇവള് വളർന്നാൽ ഉണ്ടാകുന്ന അപമാനത്തെ കുറിച്ച് വിഷമിച്ച് ഞാൻ ജീവിക്കുക. അപ്പൊ ഞാൻ എന്റെ ഭാര്യയോട് കളവ് പറഞ്ഞു. അവളെ ഞാൻ കൗശലത്തിൽ സ്വന്തമാക്കിയിട്ട് ഞാൻ കൊണ്ടുപോയി മരുഭൂമിയിൽ പോയി, ആരുമില്ലാത്ത സ്ഥലത്തെത്തി. ഞാൻ കയ്യിൽ കരുതിയ ആയുധം കൊണ്ട് ഭൂമി കുഴിക്കാൻ തുടങ്ങി. അപ്പോഴും എന്റെ മോളില്ലേ, എന്റെ കൂടെ വളരെ അത്യുത്സാഹത്തോടു കൂടി വന്ന എന്റെ മകൾ, അവൾ ചോദിക്കുന്നുണ്ട്, ഉപ്പ എന്തിനാ ഇങ്ങനെ കുഴി കുഴിക്കുന്നത്? ഈ കുഴി ഇങ്ങനെ കുഴിച്ച് അതിന്റെ പൊടിയും മണലും ഒക്കെ എന്റെ ശരീരത്തിലായത് എന്റെ മകളുടെ നിഷ്കളങ്ക ബാല്യത്തിന്റെ ആ കൈകൾ കൊണ്ട് അവൾ തട്ടിത്തന്നു. ഇവിടൊക്കെ പൊടിയായിട്ടുണ്ട് ഉപ്പ, വലിയ കുഴിയായി. അതൊരു പൊട്ടക്കിണർ പോലെ ഞാൻ അതിന്റെ അകത്ത് കുഴിച്ച് താഴെന്ന് മണ്ണെങ്ങനെ മേലേക്കിട്ട് ഞാൻ അവസാനം നിന്ന് കയറി വന്നു. എന്നിട്ട് റസൂലേ, എൻ്റെ മോളെ ഞാൻ നിർദാക്ഷിണ്യം അതിൻ്റെ അകത്തേക്ക് തള്ളിയിട്ടു. അവൾ അവസാനം വിളിച്ച് കരഞ്ഞത് എൻ്റെ പേരുച്ചരിച്ചുകൊണ്ടാണ്. ബാപ്പാനെ വിളിച്ച് കരഞ്ഞു. ആ കരയുന്ന കരച്ചിൽ കേൾക്കാതിരിക്കാൻ അവളുടെ മുഖത്തേക്ക്, അവളുടെ വായിലേക്ക് ഞാൻ മണ്ണിട്ട് കൊടുത്തു റസൂലേ. അവളുടെ കരച്ചിലില്ലേ, അവരങ്ങനെ ശ്വാസം മുട്ടി മരിച്ചു പോകുന്ന അവസാന നിമിഷം വരെ ഞാൻ എൻ്റെ ജാഹിലിയത്തിന്റെ ഊക്കുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്തു. എന്നിട്ട് അവൾ മരിച്ചുപോയി. ഞാൻ തിരിച്ചു പോന്നു റസൂലേ. ഇപ്പോഴും അവൾ അവസാനം കരഞ്ഞ തേങ്ങലിന്റെ അംശങ്ങൾ ഇപ്പൊ എൻ്റെ ഉള്ളിലുണ്ട്. അവൾ വിളിക്കുകയാണ് ഉള്ളിന്ന്, റസൂലേ, അപ്പോൾ ഞാൻ ദുർബലനായി പോകുന്നു, എന്നോട് അള്ളാഹു പൊറുക്കുമോ എന്ന റസൂലിനോട് ഈ കാര്യം പറയുമ്പോൾ കാരുണ്യത്തിന്റെ തിരുദൂതരുടെ കണ്ണുകൾ നിറഞ്ഞു. കവിളിലൂടെ കണ്ണുനീർ ഒഴുകി. അത് താടിരോമങ്ങളെ നനച്ച് താഴോട്ടെത്തി. ചില സ്വഹാബാക്കൾ ഇത് വിശദീകരിച്ചുകൊണ്ടിരുന്ന സ്വഹാബിയോട് പറഞ്ഞു, നിർത്തൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ കരയിക്കല്ലേ. ഞാൻ പറഞ്ഞത് ഒരു കഥ പറയാനല്ല. അത്ര കടുത്ത മനസ്സുള്ളവർ, അത്ര ദുസ്വഭാവികളായവർ, അത്ര പരുഷമായ ഭാവങ്ങളുള്ളവർ, അവർ മാറി അലിവിന്റെ കനിവിന്റെ നീരുറവകളായി മരുഭൂമിയിൽ അവർ ഒഴുകി. അവർക്ക് പ്രിയപ്പെട്ടതായി അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചതിനെ അവർ പ്രിയപ്പെട്ടതായി ഏറ്റുവാങ്ങി. അവസാനത്തെ തുള്ളി ജലം പോലും, അവസാനത്തെ തുള്ളി ജലത്തിന് എന്തൊരു മധുരമായിരിക്കും, എന്തൊരു മൂല്യമായിരിക്കും അത് കിട്ടാൻ. യുദ്ധത്തിന്റെ വോളണ്ടിയർ തുകൽപാത്രങ്ങളിൽ ശേഖരിച്ച വെള്ളവുമായി ഓടി നടക്കുകയാണ്. രണഭൂമിയിൽ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ അവർക്ക് വെള്ളം നൽകാൻ. അവിടെ നിന്നൊരു ആർത്തനാദം കേൾക്കുകയാണ്. അയാൾക്ക് വെള്ളം വേണം, അയാൾ ആവശ്യപ്പെടുകയാണ്. വെള്ളവുമായി അയാളുടെ അടുക്കലേക്ക് ചേർത്തി വെച്ചു കൊടുക്കുമ്പോൾ, ഹുനൈൻ യുദ്ധത്തിന്റെ സന്ദർഭം, ചേർത്തി വെച്ചു കൊടുക്കുമ്പോൾ മറ്റൊരു ശബ്ദം കേട്ടിട്ട് ആ മനുഷ്യന് മരണത്തിലേക്ക് പോകുന്ന, ഷഹാദത്തിലേക്ക് പോകുന്ന, ഷഹീദാകാൻ പോകുന്ന ആ മനുഷ്യൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുക, എനിക്കല്ല അവന് കൊടുത്തേക്കു അപ്പുറത്തേക്ക്. അതെന്താ? അത്രയേറെ ആർദ്രമായ അലിവുള്ള, കനിവുള്ള, നനവുള്ള മനസ്സിന്റെ ഉടമകളായത് ഈമാൻ ഇറങ്ങിയത് കൊണ്ടാണ് അവരുടെ മനസ്സിൽ. ആ ഈമാൻ അവരെ തസ്കിയത്ത് ചെയ്തത് കൊണ്ടാണ്, ആ ഈമാൻ അവരെ സംസ്കരിച്ചത് കൊണ്ടാണ്, ആ ഈമാൻ അവരെ ശുദ്ധീകരിച്ചത് കൊണ്ടാണ്. ആ ഈമാനാണ് നമ്മുടെ കൈകളിലുള്ളത്.
ആ ഈമാനിൽ നിന്ന് ഉണ്ടാകേണ്ടുന്ന കർമ്മമണ്ഡലമായ ഇസ്ലാമാണ് നമ്മളിലുമുള്ളത് സഹോദരങ്ങളെ. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പണിയെടുക്കണം, പുതിയ കാലത്ത് വിശേഷിച്ചും. നമ്മുടെ വൈകാരികതകളെല്ലാം ഇപ്പോഴെവിടെയാണെന്നോ? നമ്മൾ കരയുന്നത് എപ്പോഴാ? അള്ളാഹുവിന്റെ മുന്നിലാണോ? അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? എപ്പോഴാണ് നമ്മൾ കരഞ്ഞത്? നമുക്ക് വേറെ അസുഖങ്ങൾ ഉണ്ടായപ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ, മരണങ്ങൾ സംഭവിച്ചപ്പോൾ, അങ്ങനെയുള്ള ദുഃഖങ്ങൾ വന്നപ്പോൾ നമ്മൾ കരഞ്ഞിട്ടില്ലേ? നമ്മുടെ മനസ്സിന്റെ പദം കൊണ്ട്, ആർദ്രത കൊണ്ട്, ഈമാനിന്റെ ഊക്കുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിലൊന്ന് കരയാൻ, അള്ളാഹുവിന്റെ മുന്നിലൊന്ന് പറയാൻ, മനസ്സിനൊരു സമാധാനം കിട്ടാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതത്തെയും നമുക്ക് നന്നാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. നോക്കൂ, പുറത്തു നിന്ന് കൊണ്ടുവരേണ്ട കുറെ കാര്യമല്ല തസ്കിയത്ത്, ഉള്ളിൽ നിന്നുണ്ടാകേണ്ടതാണ്. അല്ലേ? ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അല്ലാഹ് പറയുന്നില്ലേ? നഫ്സിനെ പിടിച്ച് സത്യം ചെയ്തിട്ട് അള്ളാഹു പറയുന്നുണ്ട്, അതിൽ ധർമ്മവും അധർമ്മവും അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. എന്ത്? നന്മ ചെയ്യാനുള്ള ചോദനകളും താല്പര്യങ്ങളും നൈസർഗികമായ ശേഷികളും എല്ലാം ഉള്ളിലുണ്ട്. തിന്മയോടുള്ള ആഭിമുഖ്യവുമുണ്ട്. നമ്മൾ നന്മയെ വളർത്താനുള്ള ശ്രമം നടത്തിയാൽ മതി. മനുഷ്യരെ സംബന്ധിച്ച് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മനോഹരമായ ഉപമയുണ്ട്. ഉപമ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ഖുർആനിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉപമ പറഞ്ഞു. മനുഷ്യന്മാരെ, കുറെ വിശദീകരിക്കാനുണ്ട്. ഞാൻ അതിനെ അങ്ങനെ പരാമർശിച്ചു പോയതാണ്. നിങ്ങളിൽ പലരും ഖുർആൻ പഠിക്കുന്നവരാണ്. ഖുർആനിലെ ആയത്തെടുത്തു നോക്കി ഒന്ന് പാരായണം ചെയ്തിട്ട് ആ ഉപമയുടെ അർത്ഥവ്യാപ്തിയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരെ കുറിച്ച് നടത്തിയ ഒരു ഉപമ ഉണ്ട്. എന്താണെന്നറിയോ? എന്താ ഉപമ? അന്നാസു മആദിനുൻ കമആദിനി ദഹബി വൽ ഫിദ്ദ. മനുഷ്യർ ഖനികളെ പോലെയാണ്. വെള്ളിയുടെയും സ്വർണത്തിന്റെയും ഖനികൾ പോലെയുള്ള ഖനികളാണ്. ഖനി എന്താ? സ്വർണം എന്ന് പറഞ്ഞാൽ, സ്വർണം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അകത്ത് നിന്ന് കുഴിച്ചെടുക്കുന്ന വിലയേറിയ ഒരു ലോഹമാണത്. വെള്ളിയും അങ്ങനെ തന്നെ, വില കൂടിയ വെള്ളി അതിനേക്കാളും മൂല്യം കുറഞ്ഞതാണ് എന്നൊക്കെ പറയാം. രണ്ടും ലോഹങ്ങളാണ്, അല്ലെ? വിലയേറിയ വസ്തുക്കളാണ്. ആഭരണങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ റിസർവ് ബാങ്ക് അതിന്റെ മൂലധനമായി സൂക്ഷിക്കുന്നത് സ്വർണമാണ്. സ്വർണം എന്ന് പറഞ്ഞാൽ വേഗത്തിൽ നമുക്ക് മനസ്സിലാകും, അല്ലെ? ആ സ്വർണത്തിൽ പല അഴുക്കുകളും ഉണ്ടാകും. എന്താ അഴുക്ക്? ചെമ്പുണ്ടാകും, തകിടുണ്ടാകും, പല മാലിന്യങ്ങളും ഉണ്ടാകും. അതിനെ നമ്മൾ ചൂളയിൽ വെച്ച് ചൂടാക്കി അതിന്റെ അഴുക്കുകളെ മാറ്റിക്കളയും. എന്നിട്ട് അതിനെന്താക്കും? 916 ആക്കും, അല്ലെ? 916 എന്ന് പറയാ 24 കാരറ്റ് ആക്കും, തനി തങ്കമാക്കും, അല്ലെ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് മനുഷ്യരെ കുറിച്ചുള്ള ഉപമ, മനുഷ്യരെ നിങ്ങൾ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഖനികൾ പോലുള്ള ഖനികളാണ്. നിങ്ങൾ ജീവിതമാകുന്ന ചൂളയിൽ വെച്ച് ഈമാനാകുന്ന, ഇസ്ലാമാകുന്ന അനുഭവങ്ങളാകുന്ന, ജീവിതാനുഭവങ്ങളാകുന്ന തീഷ്ണമായ അനുഭവങ്ങളിൽ നിന്ന് ഈമാൻ കൊണ്ട് തിളച്ചു മറിഞ്ഞ് അതിലെ അഴുക്കുകളെ, അതിലെ മാലിന്യങ്ങളെ ശുദ്ധീകരിച്ച് നിങ്ങൾക്ക് ഒരു തങ്കപ്പെട്ട മനുഷ്യനാകാം. നമ്മുടെ ഈമാനും നമ്മുടെ ഇസ്ലാമും നമ്മുടെ ജീവിതാനുഭവങ്ങളും നമ്മുടെ ഇബാദാത്തുകളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകളെ അലിയിച്ചു കളയുന്നില്ലേ? നമ്മൾ തങ്കപ്പെട്ട മനുഷ്യരായി തീരുന്നില്ലേ എന്നതാണ് ചോദ്യം. പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ഒരു കാര്യമല്ല ഈ തസ്കിയത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് രൂപപ്പെടേണ്ടതാണ്. നമ്മുടെ ഉള്ളിലാണ് പരിവർത്തനം ഉണ്ടാകേണ്ടത്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന അപരനാമം ലഭിച്ചിട്ടുള്ള, ലോകത്ത് പിൽക്കാലത്ത് ഇസ്ലാമികമായ അധ്യാപനങ്ങളുടെ ദാർശനിക മുഖങ്ങളെ അതിമനോഹരമായി വ്യാഖ്യാനിച്ചിട്ടുള്ള, ലോകത്ത് കൂടുതൽ വായിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാമിക പണ്ഡിതനാണ് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. തന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന്, തന്റെ പഠനങ്ങളിൽ നിന്ന് അദ്ദേഹം ശേഖരിച്ച ഇസ്ലാമിന്റെ അമൂല്യങ്ങളായ സ്വഭാവ സംസ്കരണ വിശേഷങ്ങളെ മനോഹരമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ മാറ്റമുണ്ടാകേണ്ട ഭാഗം എന്ന് പറയുന്നത് ഖൽബാണ്. ഖൽബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മാറിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. അകത്താണ് മാറ്റമുണ്ടാകേണ്ടത്.
നമ്മളിൽ പല കാര്യങ്ങളും രൂപപ്പെടുന്നത് എവിടെയാ? നമ്മളിലെ നമ്മുടെ തസ്കിയത്ത് രൂപപ്പെടേണ്ടത് ഉള്ളിലാണ്. വിനയം, അത് ഞാനിങ്ങനെ പുറത്ത് പ്രകടിപ്പിച്ചിട്ട് എൻ്റെ കൈ കൊടുത്ത് മുഖമൊക്കെ അങ്ങനെ കാണിച്ച് ഒരു കൃത്രിമമായ ചിരി, അതിന്റെ പേര് നിഫാഖ് നട്ടോ. ഉള്ളിൽ നിന്ന് വരണം. ഈമാൻ കൊണ്ട് ഒരു മനുഷ്യനോട് ചിരിക്കുന്നത് സ്വതക്കയാണ്. അവന് ഹസ്തദാനം നടത്തുന്നത്, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവന്റെ പ്രശ്നങ്ങൾ കേൾക്കുന്നത്, ഇതെല്ലാം ധർമ്മമാണ്. ധർമ്മങ്ങളുടെ പട്ടികയിൽ ധർമ്മം പഠിപ്പിക്കാനാണല്ലോ മതം. ധർമ്മങ്ങളുടെ പട്ടികയിൽ കനമുള്ള പോയിന്റുകളാണത്. അതെവിടെയാ രൂപപ്പെടേണ്ടത്? ഉള്ളിലാണ്. കിബിർ എവിടെയാ രൂപപ്പെടുക? കിബിർ വസ്ത്രത്തിലാണോ? റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, റസൂലേ എന്റെ ചെരുപ്പ് മുന്തിയതാട്ടോ, ഞാൻ ഇട്ട വസ്ത്രങ്ങൾ നല്ല പുതിയതും നല്ല മുന്തിയതുമാണ്, ഇത് കിബിറാണോ? റസൂലുള്ള പറഞ്ഞു അല്ല. അല്ല മറുപടിയാ റസൂലുള്ള കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സന്ദർഭത്തിനനുസരിച്ച് ഫലപ്രദമായി മനഃശാസ്ത്രപരമായി ആഴത്തിൽ തറക്കുന്ന ശ്രദ്ധേയമായ മറുപടിയാ റസൂലുള്ള കൊടുത്ത്. അൽ കിബ്റു ബത്റുൽ ഹഖ് വഗംതുൻ നാസ്, ജനങ്ങളെ നിസ്സാരമാക്കുന്ന, ആരെയും ഒരു എന്ത് നന്മയെ ഇങ്ങ് സ്വീകരിക്കാൻ ഇനി ആരാടോ പറയാൻ എന്ന് പറയുന്നുണ്ടല്ലോ, അതിങ് ഉൾക്കൊള്ളാൻ കഴിയാതെ ഇടുങ്ങിപ്പോയ മനസ്സില്ലേ, അതോടൊപ്പം ജനങ്ങളെ നിസ്സാരമാക്കുന്ന, സത്യത്തെ സ്വീകരിക്കാതെ അതിനെ പൊളിച്ചു കളയുന്ന മാനസിക ഭാവത്തിന്റെ പേരാണ് കിബിർ. അത് അണുമണി തൂക്കം ഉള്ളിലുണ്ടെങ്കിൽ ഓ സ്വർഗത്ത് കടക്കൂല. ഞാൻ പറഞ്ഞല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അണുമണി തൂക്കം, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പുതിയ കാലത്ത് സെൽഫിയുടെ ലോകമാണ്. നമ്മൾ പുതിയ ലോകം എന്ന് പറഞ്ഞാൽ കൃത്രിമത്വത്തിന്റെ ലോകം. കുറെ കൃത്രിമത്വത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക നമ്മള്, അല്ലേ? അപ്പോ നമ്മുടെ ഇസ്ലാമും നമ്മുടെ ഈമാനും നമ്മുടെ ഇസ്ലാമിക ജീവിതവും നമ്മുടെ ധാർമ്മിക ജീവിതവും ഒക്കെ കൃത്രിമത്വത്തിൽ, നിഫാഖിൽ വന്നു പോകുന്നതാണ് വലിയ ദുരന്തം. അതുകൊണ്ടാണ് നമ്മോട് MLA പറഞ്ഞത്, ഇതിന്റെ ക്രൈറ്റീരിയ ഇങ്ങനല്ലേ? ഏത്? അദബ്, ഇൽമ്, ഇബാദത്ത്. ഇബാദത്തുണ്ട്. ഇബാദത്തിന് കാലിന്റെ മടമ്പും ചേർത്ത് നിർത്തിയിട്ട് ചുമലിനോട് ചേർത്ത് വരിയായി നിന്ന് അപ്പുറത്തുള്ളവനോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് ഹൃദയം ചേർത്ത് വെക്കുന്ന ബന്ധമാണല്ലോ ഈ ആരാധന പഠിപ്പിക്കുന്നത്. പക്ഷെ ഇപ്പുറം നിൽക്കുന്നവൻ അറിഞ്ഞൂടാ, ഓനോട് സലാം പറയുന്നില്ല, ഓന്റെ വിഷമങ്ങളും അറിയുന്നില്ല, ഓനോട് ചിരിക്കാൻ കഴിയുന്നില്ല, ഒരു തസ്കിയത്തുമില്ല. ഈ ആരാധനയാണ്. ആരാധനയിൽ കൈയെങ്ങനെയാ കെട്ടണ്ടേ, കാലെങ്ങനെയാ ചലിപ്പിക്കണ്ടേ, ഇത് വെക്കണ്ടേ മസ്അല തർക്കത്തിന്റെ പേരിൽ ഞാനും എന്റെ അയൽവാസിയും ഭയങ്കര തെറ്റില്ല. ഓനെനിക്ക് കണ്ടുകൂടാ. എന്താ ചെയ്യാ നമ്മള്? തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ അദബ് എവിടെയാ ഉണ്ടാകേണ്ടത്? നമ്മൾ പുതിയ ലോകത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് ഇത്. നമ്മൾ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുമാണ്. നോക്ക്, നമുക്ക് നമ്മെ മാറ്റിപ്പണിയാം എന്ന ഒന്നാമത്തെ പോയിന്റ് അവസാനിപ്പിക്കുകയാണ്. പക്ഷേ നമുക്ക് വേറെ ആളെ മാറ്റിപ്പണിയാൻ പറ്റൂലട്ടോ. എനിക്ക് എന്നെ മാറ്റണം. ഞാനെന്താ ചെയ്യേണ്ടത്? ഞാൻ എന്നെ ഒന്ന് പഠിച്ചു നോക്കണം. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. വിശാലമായ ആശയതലമുള്ള ഒരു സെന്റൻസ് ആണ് കേട്ടോ അത്. അവനവൻ അറിഞ്ഞാൽ അവനവന്റെ റബ്ബിനെ അറിഞ്ഞു. അള്ളാനെ അറിയാന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലോ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലല്ലാതെ ഒരു ഇലാഹില്ല എന്ന് നീ അറിയാന്നുള്ളതല്ലേ. അതിന് അവനവൻ അറിഞ്ഞാൽ മതി. എൻ്റെ അടുത്ത് എന്തെല്ലാം ഉള്ളത്? എൻ്റെ മുഖഭാവങ്ങൾ, എൻ്റെ ഹാവഭാവങ്ങൾ, എൻ്റെ സ്വഭാവങ്ങൾ, എൻ്റെ പെരുമാറ്റങ്ങൾ, എൻ്റെ ജീവിതം, എൻ്റെ മനസ്സ് എനിക്കറിയുന്ന. എൻ്റെ മനസ്സിൽ എന്തെല്ലാം വൃത്തികേടാള്, എൻ്റെ അടുത്ത് എന്തെല്ലാം വൃത്തികേടാള്. അതിൻ്റെ തസ്കിയത്ത് എങ്ങനെയാ നമ്മൾ ഉണ്ടാക്കുക? ഞാൻ തന്നെ ഉണ്ടാക്കേണ്ടത്. നമ്മൾ പുതിയ കാലത്ത് പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പഠിക്കാം. എന്താ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന? ശഖ്സിയ്യ, വ്യക്തിത്വം എന്ന് പറയുന്ന സാധനല്ലേ. വ്യക്തിത്വ വികസന ക്ലാസുകൾ നമ്മുടെ കുട്ടികൾക്ക്, കൗമാരപ്രായക്കാർക്കെല്ലാം നമ്മൾ കൊടുക്കലുണ്ട്. അതിൽ വലിയ പ്രാധാന്യം. ഇങ്ങനെ ചിരിക്കണം, ഇത്ര ഡിഗ്രി ചിരിക്കണം, ഇങ്ങനെയാണ് കൈ കൊടുക്കേണ്ടത്, ഇങ്ങനെയാണ് വേഷവിധാനം എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് നൽകുന്ന ഒരു തെറ്റായ മെസ്സേജ് കൂടി പാസ് ചെയ്തു പോകുന്നുണ്ടെന്നറിയോ? പുറത്താണ് സ്വഭാവം, പുറത്തല്ല, ഉള്ളില കൽബിൽ ഇൻഖിലാബ് നടക്കണം. ആ കൽബിൽ ഇൻഖിലാബ് നടത്താൻ നമുക്ക് മാത്രമേ സാധ്യമാകൂ എന്ന ഒന്നാമത്തെ പോയിന്റ്. അതില് വേറെ ആളെ, ഓരോരുത്തരും, ഒരാൾ വെള്ളിയാണെങ്കിൽ മറ്റൊരാൾ സ്വർണ്ണാണ്. ഒരു സ്വർണത്തെ പിടിച്ച് വെള്ളിയാക്കാൻ പറ്റൂല. മൗലികമായ ഒരു മനുഷ്യന്റെ അവസ്ഥയെ അപ്പടി മാറ്റം വരുത്താൻ കഴിയില്ല. അയാളിൽ നമ്മുടെ മക്കളിലൊക്കെ ഒരുപാട് നന്മകളുണ്ടല്ലോ.
ആ നന്മകളെയാണ് നമ്മൾ പരിപോഷിപ്പിക്കേണ്ടത്. അവിടെ തിന്മകളെ നമ്മൾ പറയാം, ഓനങ്ങനെയാ, ഓനിങ്ങനെയാ, ഓനെ പറ്റൂല, ഇങ്ങനെ നമ്മൾ പറയാം. അതാ വളരുക നേരം. ആ നിഷേധഭാവമാണ് വളരുക. അവനിലെ ഒരു നന്മയെ കാണാൻ, ആ നന്മയെ പരിപോഷിപ്പിക്കാൻ, വളർത്താൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ്. നിന്റെ കിളി എവിടെ പോയി മോനെ? അതിന്റെ കാലിന് സുഖമുണ്ടോ? ഏത് നുഗൈർ എന്ന് പറയുന്ന അതിനോട് ചോദിക്കുകയാണ്. റസൂലുള്ള കുഞ്ഞിന്റെ ഭാഷയിൽ സംസാരിക്കുകയാണ്, കുഞ്ഞിന്റെ ഭാഷയിൽ സംസാരിക്കുക. അതിമനോഹരമായി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങോട്ടൊക്കെ കൈയിട്ടപ്പോ നീ ഇവിടുന്നാണ് തിന്നേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മനസ്സിൽ രൂപപ്പെടുത്തി അവനവനെ മാറ്റിയെടുക്കുക എന്ന ഒന്നാമത്തെ കാര്യം. മാറ്റം വേണ്ടത് ഖൽബിലാണ് എന്നതാണ് രണ്ടാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മനസ്സിലാണ് മാറ്റം വരുത്തേണ്ടത്. നമ്മളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, റസൂലേ, എന്താണ് പാപകരമായ കാര്യം, എന്താണ് പുണ്യകരമായ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുറേ പുണ്യങ്ങളുടെ ലിസ്റ്റ്, പാപങ്ങളുടെ ലിസ്റ്റ് പറയുകയല്ല റസൂല ചെയ്തത്. മൽ ബിർറു എന്ന് ചോദിച്ചപ്പോൾ അൽ ബിർറു ഹുസ്നുൽ ഖുലുഖി, പുണ്യമെന്ന് പറയുന്നത് നല്ല ഖുലുഖാണ്, നല്ല ഉള്ളുള്ള അവസ്ഥയാണ്. നല്ല ഉള്ളുണ്ടെങ്കിൽ മാത്രമേ നന്മകൾ വരൂ. നമ്മള് ഇമാം ബുഖാരി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്ലാമിലെ ആധികാരിക പ്രമാണം ഖുർആനല്ലേ. ഖുർആൻ കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പ്രമാണമായ ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസ്. ആ ഹദീസിന് ഒരു ക്രമമുണ്ടല്ലോ. ഇമാം ബുഖാരി റഹ്മഹുല്ലാ ഒരു പുരുഷായുസ് മുഴുവൻ ഈ ഹദീസ് ശേഖരിക്കുന്നതിലും അതിലെ നെല്ലും പതിരും വേർതിരിക്കുന്നതിലും ചെലവഴിച്ച മഹാപണ്ഡിതനാണ്. അദ്ദേഹം കൊടുത്ത ഒന്നാമത്തെ ഹദീസ് എന്താ? ഒരു മനുഷ്യന്റെ കാര്യങ്ങൾ, അവന്റെ കർമ്മങ്ങൾ, അവന്റെ ജീവിതത്തെ വിലയിരുത്തുന്നത് അവന്റെ നിയ്യത്തനുസരിച്ച് എന്നുള്ളതാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയുന്ന ഹദീസ് അതിൽ ഒന്നാമത്തേത്. ഒരു മനുഷ്യൻ എന്താണോ ഉദ്ദേശിച്ചത് അതാണ് അവന് കിട്ടുക. മദീനയിലേക്ക് പോകുമ്പോഴാണ് മദീനയിലെ മക്കയിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച്, എല്ലാം പ്രിയപ്പെട്ട ഭൂമിയും എല്ലാം ഉപേക്ഷിച്ച് കാബയെ നോക്കി കരഞ്ഞിട്ടൊക്കെ പോവാണ് ആളുകൾ, അല്ലേ? എന്താ അവരുടെ ഉള്ളു? റസൂലുള്ള പറയാ, ഞങ്ങൾ മദീനയിൽ പോയിട്ട് കച്ചവടം ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശം, അവിടെ പോയിട്ട് പെണ്ണ് കെട്ടാനാണ് നിങ്ങൾക്ക് ഉദ്ദേശം, അതാ കിട്ടോ? അതല്ല, അള്ളയും റസൂലാണ് നിങ്ങളെ മനസ്സിൽ അതാ കിട്ടുക. നിങ്ങളെ മനസ്സിൽ എന്താണ്? അതാണ് ഈ റസൂലുള്ളാഹിനോടുള്ള ചോദ്യം. എന്താ പുണ്യം? പുണ്യം നല്ല ഉള്ള ഒരു കാര്യം ചെയ്യാനുള്ള നിങ്ങളുടെ സാക്ഷാൽ പ്രചോദനം എന്താണ്, നിങ്ങളുടെ താല്പര്യം എന്താണ്, അതാണ് പടച്ചോൻ പരിഗണിക്കുന്നത്. അപ്പോ നമ്മുടെ ഉള്ള് അങ്ങനെ പരിവർത്തിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. ആ പരിവർത്തനത്തിൽ നിന്ന് മാത്രമേ നന്മകൾ ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത്തതോ, മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് പാപമാണ്. എന്താ പാപം എന്ന് പറഞ്ഞാൽ? അൽ ഇസ്മിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ള ഈ വിശദീകരണം എന്ന് പറഞ്ഞാൽ മാ ഹാക ഫീ സദ്രിക് വകരിഹത അൻ യത്ലിഅ അലൈഹിന്നാസ്. നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന, അസ്വസ്ഥതപ്പെടുത്തുന്ന കാര്യം, നിന്റെ മനസ്സിനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, മറ്റുള്ളവർ കാണുന്നതിനെ നീ വെറുക്കുന്നതുമായ കാര്യം, അതാണ് പാപമെന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. കൃത്യമാണ് ആ വിശദീകരണം. നമ്മളൊക്കെ ആലോചനാശേഷിയുള്ളവരാണ്, നമ്മളൊക്കെ നല്ല കഴിവുള്ളവരും ബുദ്ധിയുള്ളവരുമാണ്. ചില ഹദീസുകളും ആയത്ത്, ചിലതല്ല എല്ലാം, കഴിയുന്നത്രയും നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്ന, കേൾക്കുന്ന, അറിയുന്ന ഹദീസുകളെ പ്രത്യേകിച്ചും ആയത്തുകളെ പ്രത്യേകിച്ചും ഒന്ന് നമ്മൾ ചിന്തയ്ക്ക് വിധേയമാക്കണം. ചിന്തിക്കുന്ന ടീമാണല്ലോ നമ്മൾ, ആലോചിച്ച് പരിഷ്കരണം ഉണ്ടാക്കുന്ന ആളുകളാണല്ലോ നമ്മൾ. എന്താ പുണ്യകരമായ കാര്യം? നമ്മുടെ മനസ്സിന്റെ അകത്ത് തസ്കിയത്തുണ്ടായി, ആ തസ്കിയത്തിൽ നിന്ന് ജനിക്കുന്ന കർമ്മമാണ് ഫലപ്രദമായ കർമ്മം. എൻ്റെ വീട്ടിലേക്ക് ഒരാൾ വരുന്നു. എന്തിനാ? രണ്ടാൾക്കാർ വരുന്നു. ഒന്ന് എൻ്റെ പള്ളി സെക്രട്ടറിയാണ്, മറ്റൊന്ന് നാട്ടിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അവർ രണ്ടുപേരും വരുന്നത് ഒരു പിരിവിനാണ്. എന്താ പിരിവ്? നാട്ടിൽ ഒരു കിഡ്നി പേഷ്യന്റ് ഉണ്ട്. ആ പേഷ്യന്റ് വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ്.
കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണം, ഒരുപാട് ചെലവുണ്ട്. അതിനുവേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ ചുമതല ഏൽപ്പിച്ച 2 ആൾക്കാരാണ് അവരിങ്ങനെ വീടുകളിലൂടെ കറങ്ങി ഇറങ്ങുന്നുണ്ട്, അവരിങ്ങനെ വരും എന്നൊക്കെ എനിക്കറിയാം. അപ്പൊ ഞാനിങ്ങനെ കാണുകയാണ്, അകത്ത് നിന്ന് അതാ വരുന്നുണ്ട്. ഞാൻ അവളോട് പറയാം, ഏതായാലും 1000 കൊടുക്കേണ്ടി വരും. ആ 1000ന് എന്തെങ്കിലും ഫലമുണ്ടോ നോക്ക്. ചിലപ്പോൾ ഞാൻ പറയുന്നത് 1000 പോയി, ആ പിരിവ് നിങ്ങൾ ഇവിടെ ഇല്ലെങ്കിലേ ഇല്ല. പെണ്ണുങ്ങൾ പറയാ ഞാനാ കൊടുക്കുന്നത്, അത്രയൊന്നും കൊടുക്കണ്ടാഞ്ഞ്. നമ്മൾ ആലോചിച്ച് നോക്കി, അതെന്ത് ആ കനം, ആ സ്വതക്കയുടെ കനം എത്രയാ? അതിന് പഞ്ഞിക്കെട്ടിന്റെ ഭാരം ഉണ്ടാവോ? ഉണ്ടാവൂലോ. ആ കർമ്മം, എന്റെ ഉള്ളിന്റെ താല്പര്യം എന്താ? ഞാൻ രാവിലെ പത്രം എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കും, പത്രത്തില് ഒരു സങ്കടകരമായ ഒരു വാർത്ത, അല്ലെ എന്റെ വാട്സാപ്പ് ഇങ്ങനെ നോക്കുമ്പോൾ സങ്കടകരമായ ഒരു ന്യൂസും ഒരു അക്കൗണ്ട് നമ്പറും, വല്ലാത്ത എന്റെ മനസ്സിനെ അത് സ്പർശിച്ചു. എന്റെ മനസ്സിന്റെ ആർദ്രത, റഹ്മത്ത് എന്ന് പറയുന്നത് ഈമാൻ ഉണ്ടാക്കുന്നതാണ്. ആ റഹ്മത്ത് പ്രവർത്തിച്ചു. ഞാൻ അപ്പോൾ തന്നെ എന്റെ അക്കൗണ്ട് ഞാൻ വേഗത്തിൽ എന്ത് ചെയ്തു, ഞാൻ എന്റെ അക്കൗണ്ട് തുറന്നിട്ട് അതാ ഇത്ര പൈസ അതിലേക്ക് ആരും അറിഞ്ഞിട്ടില്ല. എന്റെ പണം ആ പോയതുണ്ടല്ലോ, ഖനമേറിയ അമല അല്ലേ. നമ്മുടെ സാക്ഷാൽ പ്രചോദനം എന്താ? തസ്കിയത്ത് ഉള്ളിലുണ്ടായിട്ട്, ഉള്ളിലാണ് മാറ്റം ഉണ്ടാകേണ്ടത്. ഉള്ള് അനുഭവിക്കണം ഇതിനെ. ആ ഉള്ള് അനുഭവിക്കുമ്പോൾ വല്ലാത്ത സമാധാന. നമ്മൾ ഓരോരുത്തരും കൊതിക്കുന്നത് എന്താ? സമാധാനമുള്ള സന്തോഷമുള്ള ജീവിതമല്ലേ. ഒരു നല്ല സന്തോഷകരമായ ജീവിതം ആർക്കാ ഉണ്ടാവുക? അത് മുഅ്മിനായ, യഥാർത്ഥമായ മുഅ്മിനായ മനുഷ്യനാണ്. അവനാണ് തുമഅനീനത്ത് ഉണ്ടാവുക. നമ്മുടെ മലയാള ഭാഷയിൽ നന്നായിട്ട് എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന യുക്തിവാദിയായ, നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ, കമ്മ്യൂണിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനുവേണ്ടി അതിന്റെ താത്വിക പഠനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു സന്ദർഭത്തിൽ, ചില നേരുകൾ പറയല്ലോ, എല്ലാവരും പറയും ചില നേരുകൾ. അങ്ങനെ അദ്ദേഹം പറഞ്ഞ ഒരു നേര് പലപ്പോഴും അദ്ദേഹം നേര് തന്നെയാണ് പലതും അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ, കുറ്റ്യാടി എൻ്റെ നാട്ടിനടുത്തുള്ള സൂപ്പി മാഷി എന്ന് പറയുന്ന ഒരു കവിയുടെ മകൻ മരിച്ചുപോയി. വെള്ളത്തിൽ വീണിട്ടാ മരിച്ചു. കുറ്റ്യാടിപ്പുഴയിലെ ഒരു കുഴിയിൽ ഫുട്ബോളും കളിച്ച് വെള്ളത്തിൽ തുള്ളി കുളിച്ചതാ. അപ്പോ പൂഴി വാരിയ ഒരു കുഴിയിൽ അകപ്പെട്ടു പോയി മോൻ മരിച്ചുപോയി. 10ാം ക്ലാസ് പഠിക്കുന്ന സ്മാർട്ടായ ഒരു മോന്, സൂപ്പി മാഷുടെ. ആ സമയത്ത് എഴുത്തുകാരനായ KN, സാംസ്കാരിക ലോകത്തെ KN എന്ന് കുഞ്ഞഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം സൂപ്പി മാഷ വീട്ടിൽ വരാൻ സാധിച്ചില്ല. KN സൂപ്പി മാഷും നല്ല സൗഹൃദത്തിലുള്ള ആളുകളാണ്. വരാൻ കഴിഞ്ഞില്ല. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഒരുപാട് എഴുത്തുകാരും ഒരുപാട് സാംസ്കാരിക ആളുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നീട് ഒരു പരിപാടിയിൽ വെച്ചിട്ട് KN സൂപ്പി മാഷും പരസ്പരം കണ്ടുമുട്ടിയ ഉടനെ തന്നെ KN പറഞ്ഞു, നിങ്ങളെ മോന് നഷ്ടപ്പെട്ടു പോയ സമയത്ത് എനിക്ക് വരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ സൂപ്പി മാഷ് അങ്ങോട്ട് പറഞ്ഞൊരു വർത്താനുണ്ട്. എന്താണെന്നറിയോ? KN, എൻ്റെ മോൻ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല KN, അവൻ സ്വർഗത്തിലുണ്ട്. അവൻ്റെ ഉമ്മയെയും എന്നെയും സഹോദരങ്ങളെയും കാത്തിരിക്കുകയാണ്. അവൻ അവിടെ നേരത്തെ പോയതാണ് എന്ന് പറഞ്ഞു. KN ഇത് പറഞ്ഞുകൊണ്ട് മാധ്യമത്തിന്റെ വാരാന്തക്കുറിപ്പിൽ എഴുതിയൊരു കുറിപ്പാ. പത്രക്കാർ ചോദിക്കുന്നുണ്ട്, ഈശ്വര വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സൗകര്യമുണ്ടോ, സുഖങ്ങളുണ്ടോ, ഒന്ന് പറയൂ എന്ന്. എനിക്ക് സുഖങ്ങളില്ലെന്നു മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ ഞാൻ തളർന്നു പോകാറുണ്ട്. അതിലൊന്നാണ് മരണവീട്. എന്തു പറഞ്ഞാണ് ഞാൻ ആശ്വസിപ്പിക്കുക? പരലോകബോധമുള്ളവന് പരലോകമുള്ളവനോട് അത് പറയാലോ. മോന് അങ്ങനൊക്കെ എനിക്കൊന്നും പറയാനുണ്ടാവില്ല. സൂപ്പി മാഷയുടെ മുന്നിൽ ഞാൻ ഒന്നുമല്ലാതായി പോയി എന്ന അനുഭവം പങ്കുവെക്കുകയാണ്. സഹോദരങ്ങളെ, നല്ല കരുത്തുള്ള മനസ്സും ഊർജമുള്ള മനസ്സും സമാധാനമുള്ള മനസ്സും എപ്പോഴാണ് ഉണ്ടാവുക? ഉള്ളിൽ തസ്കിയത്തുണ്ടാവുമ്പോഴല്ലേ. നമ്മുടെ ഈമാൻ അകത്തിറങ്ങിയിട്ട് ആ ഈമാനിനനുസരിച്ച് നിലനിൽക്കുമ്പോൾ, ആ ഈമാനിനനുസരിച്ച് അതിൻ്റെ ഈമാനിന്റെ ചൈതന്യമായി നമ്മളിൽ നിന്ന് ബഹിർഗമിക്കുന്ന സുഗന്ധം, നന്മകൾ, മേന്മകൾ, അത് മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുക. അതാ തണല് നിൽക്കുന്ന ഒരു വൃക്ഷമായിട്ട് ഖുർആൻ പറഞ്ഞു തന്നത്. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഇങ്ങനെ വിഭവങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഉള്ളിലുള്ള ഈമാനില്ലേ, ആ ഈമാനിനനുസരിച്ച് ഇങ്ങനെ അത് പുഞ്ചിരിയായി വരും, അത് പലതായിട്ട്, അതൊരു കേൾക്കലായിട്ട് വരും.
അതൊരു ആശ്വസിപ്പിക്കലായിട്ട് വരും. അങ്ങനെ മനുഷ്യരോട്, മാതാപിതാക്കളോട്, മക്കളോട്, കുടുംബത്തോട്, വീട്ടിലെ അംഗങ്ങളോട്, എല്ലാ മനുഷ്യരോടും ഇടപഴകാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് വളരാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളങ്ങനെ ആയിത്തീരണം. നമുക്ക് നമ്മെ മാറ്റിപ്പണിയാം. മാറ്റം വേണ്ടത് ഉള്ളിലാണ്. ആ മാറ്റം ഉള്ളിലുണ്ടായാൽ മാത്രം പോരാ, അത് നമ്മൾ വിതരണം ചെയ്യണം. അതാ മൂന്നാമത്തെ കാര്യം. ഏത്? ഉള്ളിലുണ്ടായ എൻ്റെ മോനോട് എനിക്ക് ഭയങ്കര വീര്യ. ഞാൻ ഗൾഫിൽ പോയിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന എന്തിനാണെന്നറിയോ? എൻ്റെ ഭാര്യയുടെ അടുത്ത് പോകാതെ ഒരുപാട് ക്ഷമിച്ച് സഹിച്ച് കഠിനാധ്വാനം ചെയ്യുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. പക്ഷെ ആ മക്കളത് അറിയുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി, ഞാൻ 12ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്, പോയി വേറൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ പോയി നിക്കാഹ് ഉറപ്പിച്ച പെൺകുട്ടിയോ. വല്ലാത്ത വിഷമായി. ബാപ്പ വന്ന് ഗൾഫിൽ നിന്ന്, ബാപ്പ വന്ന ഉടനെ പെൺകുട്ടീനെ അടിക്കുക ചെയ്തു. അപ്പോൾ ആളുകൾ പിടിച്ചെല്ലാം മാറ്റി കാര്യങ്ങളൊക്കെ. ആ പെൺകുട്ടിയെ ചോദിച്ചിങ്ങനെ കുറേ ചോദ്യം ചോദിച്ചു നോക്കുമ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ മറുപടി എന്നറിയോ? എനക്കെൻ്റെ ഉപ്പാനെ കണ്ടുകൂടാ, ഉപ്പാക്ക് എന്നോടൊരു വീര്യമില്ല, ഇതുവരെ എന്നെ മോളേന്ന് അഭിസംബോധന ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്നെ വിളിക്കുന്ന പേരെല്ലാം പലതുമാണ്. പഠിക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് എന്നോട് പറയുന്നത് അതാ. ആ ഉപ്പാനെ ഒന്ന് ചോദിച്ചു നോക്കും. ഉപ്പ പറഞ്ഞത്, ഞാൻ എന്തിനാ മാഷെ ജീവിക്കുന്നത്, ഞാൻ കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയാ എന്നയാൾ പോയി. രണ്ടും എന്താ കാര്യം? ഉള്ളിൽ രൂപപ്പെടുത്തുന്ന സ്നേഹം, കാരുണ്യം, നന്മകൾ വിതരണം ചെയ്യപ്പെടുന്നില്ല. അത് കൊടുക്കണ്ടേ അല്ലേ? റസൂലുള്ളാഹിനോട് പറഞ്ഞു ഒരാൾ പറയാ, അള്ളാഹുവിന്റെ റസൂലേ, എനിക്ക് ഇഷ്ടമാണ് വരുന്ന ആ മനുഷ്യനെ. റസൂലുള്ള ചോദിച്ചു, നിങ്ങൾ ആ കാര്യം അയാളോട് പറഞ്ഞിട്ടുണ്ടോ? വന്നത് ഇബ്നു ഉമർ എന്ന് പറയുന്ന സ്വഹാബിയാണ്. നല്ല മനുഷ്യനാണ്, നല്ല തങ്കപ്പെട്ട സ്വഭാവത്തിന് ഉടമയാണ്. ആ സ്വഹാബിയുടെ ചരിത്രം നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ആ സ്വഹാബി റസൂലുള്ളാഹി അവർ പറഞ്ഞിട്ടില്ല. എന്നാ റസൂലുള്ളാഹി അഖ്ബിർഹു, പോയിട്ട് പറ. എന്താ പറയണ്ടേ? എനിക്ക് നിങ്ങളെ വീര്യാണ്, എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്. ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, ഐ ലവ് യു അല്ലേ? എനിക്ക് നിങ്ങൾ അള്ളാഹുവിൽ എനിക്ക് ഇഷ്ടമാണ്. റസൂലുള്ളാഹി പറയുന്നത് എന്താ ഇഷ്ടത്തിന്റെ കാരണമൊക്കെ പറയുന്നത്. ആ ഹദീസ് ദീർഘമായ ഹദീസാണ്, ഞാൻ അവസാനിപ്പിക്കുക അല്ലേ. നമ്മൾ പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് എന്നോട് വീര്യാൻ ഇഷ്ടാൻ? ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്താ നമ്മൾ പറയാത്തത്? നമ്മളെ മക്കളോട് റസൂലുള്ളാഹി കല്യാണം കഴിച്ച് പോയി, അലി റളിയല്ലാഹു അൻഹുവിന്റെ വധുവായി അങ്ങ് പോയതിനു ശേഷം ഫാത്തിമ ചില പ്രതിസന്ധികളായിട്ട് വരുമ്പോ തന്റെ മേലുണ്ടായിരുന്ന മുണ്ടെടുത്തിട്ട് ഒരുത്തേൽ വിരിച്ചിട്ട് മോളായിൽ കുത്തിരിപ്പിക്കുക. അതൊരു ആദരവാ. എന്നിട്ട് പറയാ അല്ലേ, കുത്തിരിപ്പിക്കുന്നതിന് മുമ്പ് ആലിംഗനം ചെയ്ത് നെറുകയിൽ ഉമ്മ വെക്കുകയാണ് അള്ളാഹുവിന്റെ റസൂൽ അല്ലേ. എന്നിട്ട് മറ്റുള്ളവർ കേൾക്ക പറയാ, എന്ത്? എന്റെ കരളിന്റെ കഷ്ണമാണിത് അല്ലേ, എന്റെ കരളിന്റെ കഷ്ണമാണ്. മക്കളോട് നമ്മളെന്താ? നമ്മുടെ ഉള്ളിൽ നമ്മൾ രൂപപ്പെടുത്തുന്ന തസ്കിയത്ത് മുഖേന, ഈമാൻ മുഖേന, ഇസ്ലാം മുഖേന, നമ്മുടെ ഉള്ളിലുണ്ടായ മാറ്റം മുഖേന ഉണ്ടാകുന്നതിന്റെ ബഹിസ്ഫുരണങ്ങൾ മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ, ചുറ്റിലുമുള്ള മനുഷ്യർക്ക് വിതരണം ചെയ്യണം. ഇങ്ങനെ ഉള്ളിൽ പൂട്ടിവെക്കണ്ട. റസൂലുള്ളാഹി അങ്ങനെ ചെയ്തിട്ടില്ല. അത് വിതരണം ചെയ്യാണ്. വിതരണം ചെയ്യുന്ന പഠിപ്പിക്കുക. പോയി പറ, ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, ഞാൻ അല്ലാഹുവിനാൽ നിങ്ങൾ സ്നേഹിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ഇതിനെല്ലാം മാതൃക നമ്മുടെ നേതാവായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലേ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത്, താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിനുടമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്വാളിറ്റിയായി ഖുർആൻ പറയുന്നത്, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അതാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ഖുർആൻ ഖുലുഖുഹു അൽ ഖുർആൻ. പ്രവാചകന്റെ ആളുകളെ കാണുമ്പോൾ കൈ കൊടുത്തിട്ട് റസൂൽ കൈ ഇങ്ങോട്ട് എടുക്കുന്നില്ല. അപ്പൊ ഒരാൾ ചോദിച്ചു, എന്താ റസൂൽ ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കുന്നത്, എന്താ ഇങ്ങനെ എടുക്കാത്ത? അപ്പൊ പറയാ, ഞാൻ കൈയെടുക്കുമ്പോ എന്റെ സഹോദരന്റെ മനസ്സ് നോവുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. ആ മനസ്സൊന്ന് വായിക്കുങ്ങൾ. അതാണ് ഒരു മുസ്ലിഹായ മുജാഹിദായ മനുഷ്യന്റെ മനസ്സ്.
ഈമാനും തസ്കിയത്തും ലഭിക്കുമ്പോൾ ഉണ്ടാകേണ്ട മനസ്സ്. നമ്മൾ ഇന്ന ആളെ കാണുമ്പോൾ ഇങ്ങനെയാ പെരുമാറണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. സകല മനുഷ്യരോടും നന്മകളെ വിതരണം ചെയ്യാൻ പഠിക്കുന്ന നല്ല മനുഷ്യരായി തീരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഓതിവെച്ച ആയത്ത് ഇതാണ്: യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളായ മനുഷ്യരെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിൽ ഈ സമാധാനത്തിൽ നിർഭയത്വത്തിൽ നിങ്ങൾ പൂർണ്ണമായും പ്രവേശിക്കുവിൻ. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ, നിങ്ങൾ പിശാചിന്റെ കാലടികളെ പിൻപറ്റരുതേ. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, തീർച്ചയായും അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാൻ. ഫഇൻ സലൽതും മിൻ ബഅദി മാ ജാഅതുകുമുൽ ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷവും നിങ്ങൾ തെന്നിപ്പോവുകയാണെങ്കിൽ, വഴുതിപ്പോവുകയാണ്, ഫഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹു അസീസുൻ ഹകീം, അല്ലാഹു പ്രതാപശാലിയാണ്, അവൻ അഗാധജ്ഞനാണ്, അവൻ സ്തുത്യർഹനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതാപത്തിനോ അള്ളാഹുവിൻ്റെ മഹത്വത്തിനോ ഒരു വർധനവും ഉണ്ടാകുന്നില്ല. നമ്മുടെ തെറ്റായ ജീവിതം കൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വത്തിന്, അവൻ്റെ പ്രതാപത്തിന് ഒരിടിവും സംഭവിക്കുന്നില്ല. അവൻ അഗാധജ്ഞനും അവൻ പ്രതാപശാലിയുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ ദീനിനെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കി അതിനെ സ്വാംശീകരിച്ച് ഉള്ള് ശുദ്ധീകരിച്ച് ആ ശുദ്ധീകരിച്ച ഉള്ളിൻ്റെ നന്മകളെ വിതരണം ചെയ്യുന്ന നന്മകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സ്വാംശീകരിക്കുന്ന നല്ല മനുഷ്യരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമർ റാഹിമീനായ റബ്ബ് നമ്മളിൽ നിന്ന് ഈ കർമ്മം ഒരു ഖനമുള്ള അമലായി സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.